ശ്രമിച്ചോ? തുറക്കാൻ നോക്കി, പുറത്തോട്ട് ഓടാൻ വേണ്ടിയായിരിക്കണം. എന്നിട്ട് ഞാൻ ഒരു ചെറിയ പിടി പിടിച്ചപ്പോഴും വീണു. ഇവിടെ വീണു? ഇവിടെ വീണു, എന്റെ കയ്യിലാണ് വീണത്. എന്നിട്ട് ആ പിട കണ്ടോണ്ടാണ് ഞാൻ പിന്നെയും ചുറ്റിയിലെടുത്ത് അടിച്ചത്. ഇവിടെ ഇട്ടടിച്ച് പിടിച്ച് കിടത്തിയല്ലോ. പിടിച്ച് കിടത്തി. എങ്ങനെ പിടിച്ച് ഇവിടെ ആദ്യം എടുത്ത ഇവിടെ അകത്തോട്ടാണ് ഇങ്ങനെയാണ് കിടത്തിയത്. മൊത്തത്തിലോ? പോലോട്ടങ്ങത്ത് ഞാനൊരു അടിയടിച്ചു, എൻ്റെ കയ്യിലേക്കാണ് വീണത്. നരഭോജി ആയിട്ടുള്ള ഒരു കുടുംബത്തിലെ, അവൻ്റെ സ്വന്തം കുടുംബത്തിലെ ജനങ്ങളെ 5 പേരെ ഒന്നിച്ച് കൊലപ്പെടുത്തിയ അഫാൻ എന്ന് പറയുന്ന, വളരെ മൃഗീയമായി കൊലപ്പെടുത്തിയ അഫാൻ എന്ന് പറയുന്ന പരമനാറിയ തെളിവെടുപ്പിനായിട്ട് ലത്തീഫിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. ലത്തീഫിൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന സമയത്ത് അവൻ ഒരു കൂസലുമില്ലാതെ അവൻ ചെയ്ത കാര്യങ്ങൾ അവൻ വിവരിച്ചു കൊടുക്കുകയാണ്. അടിച്ച സമയത്ത് എൻ്റെ ദേഹത്തേക്ക് വീണുപോലും. ഇവന് ചോറ് വാരിക്കൊടുത്ത ഒരു തള്ളയാണ് ഈ ലത്തീഫിൻ്റെ ഭാര്യ. കാരണം ഇവനോട് ഏറ്റവും കൂടുതൽ ഇഷ്ടമായിരുന്നു ഇവർക്കൊക്കെ. ഏറ്റവും ചെറിയ മകനായതുകൊണ്ട് തന്നെ ഇവർക്കൊക്കെ വലിയ താല്പര്യമായിരുന്നു ഈ പറയുന്ന അഫാനോടായാലും അഫാൻ്റെ സഹോദരനോടായാലും ഒക്കെ. എന്നിട്ട് അവരോടാണ് ഈ കൊടുംക്രൂരത ചെയ്തിരിക്കുന്നത്. ഇവൻ്റെ വല്യമ്മയുണ്ട്, ഇവന് ചോറ് വാരിക്കൊടുത്ത വല്യമ്മ. ആദ്യം ഇവൻ്റെ അമ്മയെ അടിച്ച് താഴെയിട്ട് അമ്മയെ കൊല്ലാൻ ശ്രമിച്ച്, അത് കഴിഞ്ഞ് വല്യമ്മയെ കൊല്ലുന്നു. കൊന്നു കഴിഞ്ഞതിന് ശേഷം ലത്തീഫിനെ കൊല്ലുന്നു, ഭാര്യയെ കൊല്ലുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ഇവൻ പ്രേമിച്ച പെണ്ണിനെ കൊല്ലുന്നു, സഹോദരനെ കൊല്ലുന്നു. ഇവൻ്റെ ആ ഒരു ക്രൂരത പുറം ലോകം അറിഞ്ഞത് നെട്ടിക്കുന്ന രീതിയിലായിരുന്നു. എന്തിനാണ് ഇവൻ ഇങ്ങനെ ചെയ്തത്? ഇവൻ പ്രേമിച്ച പെണ്ണിനെ ഇവൻ കൊന്നത്, ഇവൻ പറയുന്നത് ആ പെങ്കൊച്ച് എന്നെ ചതിച്ചു എന്ന്. കാരണം മേടിച്ച സ്വർണം തിരിച്ചു ചോദിച്ചതിന്. ആ പെങ്കൊച്ചിനയുടെ വീട്ടിൽ എന്തെങ്കിലും ചോദിച്ചു കാണും, അതിനായിരിക്കും തിരിച്ചു ചോദിച്ചത്. അത് ഇവന് ഇഷ്ടപ്പെട്ടില്ല. ഇങ്ങനെയുള്ളവനെ കെട്ടിയിരുന്നെങ്കിൽ ആ ഫർസാനയുടെ അവസ്ഥ എന്താകുമായിരുന്നു? അതുകൊണ്ട് തന്നെയാണ് ഇവൻ വിളിച്ചു വരുത്തിയിട്ട് ആ കൊച്ചിനെയും കൊന്നു കളഞ്ഞത്, സഹോദരനെയും കൊന്നു കളഞ്ഞു. ഇവൻ ഇതിൻ്റെ ഇടയ്ക്ക് പറയുന്നുണ്ടായിരുന്നല്ലോ, എനിക്ക് ഇവരെയൊക്കെ കൊന്നു കഴിഞ്ഞതിന് ശേഷം എനിക്ക് ചാവാനായിരുന്നു ഇഷ്ടം, അതിനുവേണ്ടിയാണ് ഞാൻ എലിവേഷൻ വാങ്ങിച്ചതെന്നൊക്കെ. ചുമ്മാതാണ്. ഇവൻ അങ്ങനെയുള്ളവനായിരുന്നെങ്കിൽ അവിടെ ഈ ഫർസാനയും അമ്മയും അതോടൊപ്പം തന്നെ അനിയനും അവിടെ അടിച്ചിട്ടിട്ടാണല്ലോ ഇവൻ പോയത്. ഇവൻ അവിടെ ഗ്യാസ് തുറന്നിട്ടിട്ടുണ്ട്, എന്നാൽ ഇവനൊരു തീപ്പെട്ടിക്കൊള്ളി ഇട്ടാൽ പോരായിരുന്നു. അപ്പോൾ ഇതൊന്നും അല്ലായിരുന്നു അവൻ്റെ ഉദ്ദേശം. അവൻ്റെ ഉദ്ദേശം വേറെയായിരുന്നു. ഇവൻ പക്ക ക്രിമിനലും പക്ക സൈക്കോയുമാണ്. ഒരു ഇതുമില്ലെന്നേ, ഒരു കൂസലും ഇല്ല അവന്. ഇത്രയും പേരെ കൊന്നിട്ട് അവനൊരു കൂസലും ഇല്ലാതെയാണ് ഇവൻ ഈ തെളിവെടുപ്പിന് വരുന്നതും. അതിൻ്റെ ഇടയ്ക്ക് ഇവർ ചായ, ഇവന് പൊറോട്ട, ഇവന് ബിരിയാണി എല്ലാം വേണം. ഇങ്ങനെയുള്ളവനെയൊക്കെ തീറ്റിപ്പോറ്റിയിട്ട് എന്ത് നേടാനാണെന്ന് ഒരു പിടുത്തവും കിട്ടുന്നില്ല. ഒരു തക്കതായിട്ടുള്ള ഒരു ശിക്ഷ ഇവനൊക്കെ കിട്ടണം, ഇവനെ തൂക്ക് കയറി കിട്ടണം. അതാണ് ഏറ്റവും കൂടുതൽ ചെയ്യാനുള്ളത്. കാരണം ഇവൻ മരിക്കാൻ വേണ്ടി നിൽക്കുന്നവനാണെന്നാണ് ഇവൻ പറയുന്നത്. അപ്പോൾ ഇവനൊരു തൂക്ക് കയറാൻ കൊടുക്കുക, അതാണ് വേണ്ടത്. അതല്ലേ വേണ്ടത്? അത് തന്നെയാണ് വേണ്ടത്. ഇവൻ ഈ പറയുന്ന ലത്തീഫിനെ അടിച്ചിട്ടിട്ട് ആ ചുറ്റിക വെച്ച് 20 തട്ടി അടിച്ചിട്ടുണ്ട്. അടിച്ചടിച്ചടിച്ചടിച്ച് അത്രയ്ക്ക് ദേഷ്യമായിരുന്നു അവരോട്, അത്രയ്ക്ക് ദേഷ്യമായിരുന്നു. എന്നിട്ട് അടിച്ചിട്ട് ആ തൊട്ടടുത്തിരുന്ന് ഇവൻ സിഗരറ്റും വലിച്ചിട്ടൊക്കെ അവൻ പോയത്. ഇവൻ്റെ ആ മെൻറ്റാലിറ്റി എത്രമാത്രം ഉണ്ടെന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി. എന്തായാലും നിങ്ങൾ ഇതൊന്ന് കണ്ടു നോക്കുക, എന്നിട്ട് ഞാൻ പറയാം. മനൂർ പോലീസ് അഫാനെ കസ്റ്റഡിയിൽ 3 ദിവസത്തെ കസ്റ്റഡിയിൽ വാങ്ങിയത്. ഇതിനുശേഷമാണ് ഇന്ന് രാവിലെ 7:30 മണിയോടുകൂടി തെളിവെടുപ്പ് ആരംഭിച്ചത്. ആദ്യം അഫാനെ എത്തിച്ചത് ഈ ചുള്ളാളം SN നഗരം എന്ന് പറയുന്ന സ്ഥലത്തുള്ള ലത്തീഫിന്റെ വീട്ടിലേക്കാണ്. അവിടെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തി. ഈ തെളിവെടുപ്പിനിടെ അഫാൻ പോലീസിനോട് സജിത ബീവിയെ കൊലപ്പെടുത്തിയത് എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങൾ വിശദീകരിക്കുന്ന ദൃശ്യങ്ങളാണ് നേരത്തെ മാതൃഭൂമി ന്യൂസ് പുറത്തുവിട്ടത്. മനസാക്ഷിയെ ഞെട്ടിക്കുന്ന തരത്തിലുള്ള മറുപടിയാണ് അഫാൻ ഇതിൽ കൂടി പറയുന്നത്. അതായത് ആദ്യം സജിത ബീവി ആക്രമിക്കുന്നു, അതിനുശേഷം സജിത ബീവി ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. പിറകെ എത്തി അഫാൻ വീണ്ടും കയ്യിൽ കരുതിയിരുന്ന ചുറ്റിക്കൊണ്ട് അവരെ അടിക്കുകയായിരുന്നു എന്നാണ് അഫാൻ ആ വീഡിയോ ദൃശ്യങ്ങളിൽ പറയുന്നത്. അതിനുശേഷം ഇവരെ രണ്ടുപേരെയും കൊലപ്പെടുത്തിയതിനു ശേഷം അഫാൻ ലത്തീഫിൻ്റെ മൃതദേഹത്തിന് സമീപത്തിരുന്ന് സിഗരറ്റ് വലിച്ചതിന് ശേഷമാണ് ആ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോയത്. വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന സമയത്ത് ലത്തീഫിൻ്റെ മൊബൈൽ ഫോണും അതുപോലെ അവിടെ ഉണ്ടായിരുന്ന വീടിൻ്റെ താക്കോലും കാറിൻ്റെ റിമോട്ടും ഒക്കെ എടുത്ത ശേഷമാണ് അഫാൻ ആ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോയത്. വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴും ലത്തീഫിൻ്റെ ആ ഫോൺ റിങ് ചെയ്യുന്നുണ്ടായിരുന്നു, ആരോ വിളിക്കുന്നുണ്ടായിരുന്നു. അതൊരു ശല്യമായതുകൊണ്ട് സമീപത്ത് വീട്ടിൽ നിന്ന് ഏകദേശം 200 മീറ്റർ മാറിയുള്ള ഒരു പ്രദേശത്ത് ആ ഒരു ഫോൺ ഉപേക്ഷിക്കുന്ന ഫോണും വീട്ടിൻ്റെ താക്കോലും ഉപേക്ഷിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അവിടേക്കും അഫാനെ നേരിട്ട് എത്തിച്ചുകൊണ്ട് പോലീസ് തെളിവെടുപ്പ് നടത്തി ഫോണും താക്കോലും ഒക്കെ കണ്ടെടുത്തു. അതിനുശേഷമാണ് അഫാനെ പേരുമലയിലുള്ള അഫാൻ്റെ വീട്ടിലേക്ക് തന്നെ എത്തിച്ചത്. അവിടെയും ഏകദേശം 15 മിനിറ്റോളം നീണ്ട തെളിവെടുപ്പ് നടത്തി. ഇതിന് പിന്നാലെയാണ് അഫാൻ എലിവിഷം വാങ്ങിയ കടയിലേക്കും പെപ്സി, സിഗരറ്റ്, മുളക് പൊടി എന്നിവ വാങ്ങിയ കടകളിലേക്കൊക്കെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തിയത്. ഇപ്പോൾ അഫാനുള്ളത് ഈ നേരത്തെ പറഞ്ഞതുപോലെ ഈ ചുറ്റിക, കൊലപ്പെടുത്താൻ ഉപയോഗിച്ച ആയുധമായി ചുറ്റിക വാങ്ങിയിട്ട് അത് ഇട്ടുകൊണ്ട് നടക്കാൻ വേണ്ടി വാങ്ങിയ ബാഗ് വാങ്ങിയ കടയിലേക്കാണ് അഫാനെ എത്തിച്ച് ഇപ്പോൾ തെളിവെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിനോടകം തന്നെ ഏകദേശം ഒരു 3 മണിക്കൂർ കൂടി ഇപ്പോൾ 8ഓളം സ്ഥലങ്ങളിലെത്തിച്ച് അഫാനുമായി പോലീസ് തെളിവെടുപ്പ് പൂർത്തിയാക്കി. ഇനി അഫാനെ കൊണ്ടുപോകാൻ പോകുന്നത് അഫാൻ മദ്യപിച്ച ബാറിലേക്കാണ്. അതായത് ലത്തീഫിനെ കൊലപ്പെടുത്തിയ ശേഷം നേരെ ബാറിലേക്ക് എത്തി മദ്യപിച്ചു എന്നാണ് അഫാൻ പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി. അതുകൊണ്ട് ഈ വെങ്ങാറുമൂടുള്ള ബാറിലേക്ക് കൂടി എത്തിച്ച തെളിവെടുപ്പ്
പൂർത്തിയാക്കിയ ശേഷം അഫാനെ തിരികെ കിളിമാനൂർ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകും. നേരത്തെ ഈ ലത്തീഫിന്റെ വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തുന്ന സമയത്ത് അഫാൻ പറഞ്ഞ മൊഴികളിൽ ചെറിയ രീതിയിലുള്ള വൈരുദ്ധ്യമുണ്ട് എന്ന് പോലീസ് ആ സ്ഥലത്ത് വെച്ച് തന്നെ പറയുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് കൂടുതൽ വിശദമായി ചോദ്യം ചെയ്യൽ കൂടി ഇനി ഉണ്ടാകുമെന്നാണ് നമുക്ക് പോലീസിൽ നിന്ന് അറിയാൻ സാധിക്കുന്നത്. കാരണം ഈ സാജിദ ബീവിയെ കൊലപ്പെടുത്തിയ രീതി ആദ്യഘട്ടത്തിൽ പോലീസിനോട് അഫാൻ പറഞ്ഞിരുന്ന രീതിയിലല്ല ഇപ്പോൾ അഫാൻ പോലീസിന് വിശദീകരിച്ച് നൽകിയത്. ആദ്യഘട്ടത്തിൽ പറഞ്ഞത് ആദ്യം കൊലപ്പെടുത്തിയ ലത്തീഫിനെയാണ്. ലത്തീഫിനെ കൊലപ്പെടുത്തിയപ്പോൾ ആ ശബ്ദം കേട്ട് കരഞ്ഞുകൊണ്ട് സജിദ ബീവി അടുക്കളയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഓടിയെത്തുകയായിരുന്നു. അപ്പോൾ പുറകെ എത്തിയ അഫാൻ വീണ്ടും ചുറ്റിക അവിടെ നിന്ന് ഓടിയെത്തിയ അഫാൻ, അതായത് ലത്തീഫിനെ കൊലപ്പെടുത്തുന്നു. ലത്തീഫിനെ ആദ്യം കയ്യിൽ കരുതിയിരുന്ന ചുറ്റി കൊണ്ട് തലക്കിടിച്ച് കൊലപ്പെടുത്തുന്നു. ഈ സമയം അടുക്കളയിലായിരുന്ന സജിദ ബീവി ഇങ്ങോട്ടേക്ക് കരങ്ങിക്കൊണ്ട് ഓടിയെത്തുന്നു. ഇത് കണ്ട് അഫാൻ ആദ്യം അടിക്കുന്നത് അവരുടെ കൈക്കാണ്. ആ കൈക്ക് അടി കിട്ടുമ്പോൾ അവർ അടുക്കള ഭാഗത്തേക്ക് വീണ്ടും ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. കാരണം അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള വഴിയുണ്ട്. അവിടേക്ക് ഓടിയെത്തിയ അഫാൻ കയ്യിൽ കരുതിയിരുന്ന ആ ചുറ്റി ഉപയോഗിച്ച് അവരുടെ തലയ്ക്ക് വീണ്ടും അടിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഇങ്ങനെയാണ് അവർ തറയിലേക്ക് വീണത്. അവർ വീണത് തൻ്റെ കൈകളിലേക്കാണ് എന്നാണ് അഫാൻ പറയുന്നത്. അതായത് സ്വന്തം പിതാവിൻ്റെ സഹോദരൻ്റെ ഭാര്യ, അത് മാത്രമല്ല ആ വീട്ടിൽ ഏറ്റവും സ്വാതന്ത്ര്യം കൂടി ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് അഫാൻ എന്ന് പറയുന്നത്. 11 സഹോദരന്മാരുള്ള ഇതേ സഹോദരനാണ് അഫാന്റെ പിതാവ്. അതുകൊണ്ട് തന്നെ അഫാനോട് വളരെയധികം സ്നേഹവും ലാളനെ ആ കുടുംബത്തിനുണ്ടായിരുന്നു. ആ അഫാൻ തന്നെയാണ് അവരെ കൊലപ്പെടുത്തിയത്. ആ മൃതദേഹം അഫാൻ ചുറ്റിക്കൊണ്ട് അടിച്ചപ്പോൾ അവരുടെ കയ്യിലേക്കാണ് വീണത്. എന്നിട്ട് അഫാൻ അത് തൻ്റെ മടിയിൽ കിടത്തി അതിനുശേഷമാണ് തല തറയിൽ വെച്ചതെന്നാണ് അഫാൻ ഇപ്പോൾ പോലീസിനോട് വിവരിച്ചിരിക്കുന്നത്. എന്ത് ക്രൂരമാണെന്ന് ആലോചിക്കുന്നത്. അതായത് സ്വന്തം മകനെ പോലെ അവർ വളർത്തിയ ഒരു മകൻ അഫാൻ, 23 വയസ്സുകാരൻ, സ്വന്തം പിതാവിൻ്റെ സഹോദരനെയും അവരുടെ ഭാര്യയും കൊലപ്പെടുത്തുന്ന, മൃഗീയമായി കൊലപ്പെടുത്തുന്ന കാര്യമാണ് അഫാൻ വിവരിക്കുന്നത്. ആ ഒരു ദൃശ്യമാണ് നേരത്തെ മാതൃഭൂമി ന്യൂസ് പുറത്തുവിട്ട. ഇപ്പോൾ ഈ അഫാൻ ചുറ്റിക വാങ്ങി ആണ്ടവർ സ്റ്റോറിലെത്തിച്ച് തെളിവെടുപ്പ് പൂർത്തിയാക്കി അതിനുശേഷം ബാഗ് വാങ്ങിയ കടയിൽ നിന്നും തെളിവെടുപ്പ് പൂർത്തിയാക്കി ഇനി നേരെ പോകുന്നത് കിളിമാനൂർ പോലീസ് സ്റ്റേഷനിലേക്കാണോ? മനുഷ്യ മനസാക്ഷിയെ വരെ ഞെട്ടിക്കുന്ന രീതിയിലുള്ള ക്രൂരതയല്ലേ ഇവൻ ചെയ്തത്. ഇവൻ ആ പറയുന്ന ഇവന് ചോറ് വാരിക്കൊടുത്ത ഇവനോട് ഏറ്റവും കൂടുതൽ സ്നേഹമുള്ളവരെയാണ് ഇവൻ കൊന്നു തള്ളിയത്. ഇതിൻ്റെ ഇടയ്ക്ക് ഇവൻ്റെ അമ്മയ്ക്ക് ബോധം വന്നപ്പോൾ ഇവൻ്റെ അമ്മയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അമ്മയെ റൂമിലേക്ക് മാറ്റി, അതായത് ഐസിയുലായിരുന്നു, അവിടുന്ന് റൂമിലേക്ക് മാറ്റിയ സമയത്ത് ഇവൻ ഈ അഫാൻ ചെയ്ത കാര്യങ്ങളൊക്കെ അമ്മയോട് പറഞ്ഞു. അപ്പോൾ അമ്മ പറഞ്ഞു ഈ അഫാനെ മോനെ ഒന്ന് കാണണമെന്ന് എന്ന് പറഞ്ഞിരിക്കുകയാണ്. പക്ഷേ ഇതുവരെയായിട്ട് കാണിച്ചിട്ടില്ല. ഇവരുടെ കൊണ്ടായ കടബാധ്യതകളാണ് ഇത്രമാത്രം ഈ ഒരു വിഷയത്തിലേക്ക് കൊണ്ടെത്തിച്ചതെന്നാണ് പറയുന്നത്, പ്രാഥമിക നിഗമനമായിട്ട് പറയുന്നത്. ഇത്രയും കടം എവിടുന്ന് വന്നു? ഈ അമ്മ മേടിച്ച കടങ്ങളാണെന്നാണ് പറയുന്നത്. അതുമാത്രമല്ല ഇവൻ്റെ ഈ ദുർനടപ്പും ഇതിൻ്റെ അകത്തൊരു ഘടകം തന്നെയാണ്. ഈ പലിശകളൊക്കെ അങ്ങനെ കൂടി വന്നപ്പോഴേ നിക്കക്കണ്ണി ഇല്ലാതായി മാറി. അതിന് ഇവൻ എല്ലാവരെയും ഒരു തട്ടലങ്ങ് തട്ടിയെന്നേ. എന്തുവാ ഇത് നമ്മുടെ കേരളത്തിലാണെന്നുള്ളത് നിങ്ങൾ ഒന്ന് വിചാരിക്കണം. ഇവൻ്റെ ആ തെളിവെടുപ്പിന് കൊണ്ടുവന്നപ്പോൾ ഒരു കൂസലും ഇവനില്ലെന്നേ. ഇവൻ തത്ത പറയുന്ന പോലെയാണ് ഓരോ കാര്യങ്ങൾ ഇവൻ പറഞ്ഞു വെക്കുന്നത്. അതാ കേട്ടോ, ലത്തീഫിൻ്റെ ഭാര്യയെ അടിച്ച കാര്യം പറയുന്ന കയ്യിൽ വീണെന്ന് അവൻ്റെ, എന്നിട്ട് അവൻ അവിടെ വെച്ചതെന്ന്. അത് കഴിഞ്ഞതിന് ശേഷം ലത്തീഫിനെ അവിടെ ചുറ്റി വെച്ച് അടിച്ചിട്ട് അവിടെ ഈ ചെയറിൽ ഇരിക്കുന്ന സമയത്ത് അവിടുന്ന് രക്തം വാർന്ന് വീണുകൊണ്ടിരിക്കുമ്പോൾ ഇവൻ തൊട്ടടുത്തിരുന്നിട്ട് സിഗരറ്റ് വലിയ. ഇവൻ്റെ ആ ഒരു മാനസികാവസ്ഥ എങ്ങനെയാണെന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി എൻ്റെ പ്രേക്ഷകരെ. എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് ഇതൊക്കെ കേട്ടിട്ട്? സത്യം പറഞ്ഞാൽ എനിക്ക് തന്നെ അങ്ങ് തലകറക്കം വരുന്നുണ്ട്. എന്തായാലും ഇവനൊരു തൂക്കുകയറിൽ കുറഞ്ഞൊരു ശിക്ഷ ഇവന് ഇല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്താണ് പ്രേക്ഷകരെ നിങ്ങൾക്ക് തോന്നുന്നത്? നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ.